കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഒരു കോളേജിൽ 68% വിദ്യാർത്ഥികളും പെൺകുട്ടികളാണ്. അവിടെ 160 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ടോട്ടൽ ആ കോളേജിൽ 100% എന്നെടുക്കാം. ടോട്ടൽ കൗണ്ട് സ്റ്റുഡൻസിൻ്റെ. ഇനി എന്താ പറയുന്നത്? ഈ 100%-ത്തിൽ ചോദ്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് 68% പെൺകുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അപ്പം പെൺകുട്ടികളുടെ കൗണ്ട് 68%. ഇത് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കഥ കൂടി എഴുതാമല്ലോ. ബാക്കിയുള്ളത് ബോയ്സ് ആയിരിക്കും. അപ്പോൾ എത്രയാണ് ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ശതമാനം? 100-ൽ നിന്ന് 68 പോയാൽ ബാക്കി 32% ആരാണ്? ബോയ്സാണ്. അപ്പോൾ ശതമാനത്തിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും ഐഡിയാസ് കിട്ടണം. ഇനി എന്താ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നു അവിടെ 160 ബോയ്സ് ഉണ്ടെന്ന് പറയുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ ബോയ്സിൻ്റെ ശതമാനം 32 ആണെന്ന്. ചോദ്യത്തിൽ പറയുന്നു 160 ബോയ്സ് ഉണ്ട്. അപ്പോൾ ഇക്കറ്റ് ചെയ്യരുതോ? 32% അതിൻ്റെ വിലയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 160. അങ്ങനെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടുപിടിക്കേണ്ടത് പെൺകുട്ടികളുടെ എണ്ണമാണ്. പെൺകുട്ടികളുടെ ശതമാനം എത്ര? 68%. അപ്പം നമുക്ക് എഴുതാം 32%-ൻ്റെ വില 160 എങ്കിൽ 68%-ൻ്റെ വില എത്ര എന്ന് നോക്കിയാൽ പോരെ? നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. 68 × 160 ഡിവൈഡഡ് ബൈ 32. ക്യാൻസലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. എങ്ങനെയാണ് ഇവിടെ വെട്ടിപ്പോകുന്നത്? 32 ഗുണം 5 ആണ് 160 എന്ന് നമുക്കറിയാം. 32 ഗുണം 5 ആണ് 160. അപ്പം ബാക്കി എത്രയാ? 68 ഗുണം 5 340 പെൺകുട്ടികളുടെ എണ്ണം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ശരി തന്നെയാണ്. പെൺകുട്ടികൾ അവിടെ 340 ഉണ്ട്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടല്ലോ. എന്താ ചോദിച്ചിരിക്കുന്നത്? അവിടെ ആകെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ബോയ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. 160 ഗേൾസിൻ്റെ എണ്ണം ഇപ്പം എത്ര എന്ന് കണ്ടുപിടിച്ചു? 340. അപ്പം ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്ര? 160 + 340. ആ ക്ലാസ്സിലാകെ 500 കുട്ടികളാണുള്ളത്. ഇവിടെ പറയുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരി തന്നെയാണ്. ഓക്കെ ആയോ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക് യു.